സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്നു. അപ്പോൾ ഇപ്പോൾ താങ്കളുടെ ലൈഫൊക്കെ കണ്ടായിരിക്കും പലരും വരുന്നത്. കാരണം അപ്പോൾ അവർക്ക് തോന്നുന്നൊരു ചിന്തയുണ്ട്, അതായത് നമ്മൾ സംവിധാനത്തിൻ്റെ ഭാഗമാകണോ അതോ നമ്മുടെ നിലപാടുകളിലൂടെ പോകണം. അതിനകത്തൊരു താങ്കൾ ചോദിച്ചതിലെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ആ ചോദ്യത്തിൽ തന്നെ ഒരു അസംഷൻ ഉണ്ട്, നമ്മുടെ നിലപാടും സംവിധാനവും രണ്ട് ദിശയിലാണ് പോകുന്നത്. അങ്ങനെയല്ല. ഏറെക്കുറെ നമ്മൾ എന്ത് ചെയ്യാനാണോ ഇതിലേക്ക് വന്നത് അത് ചെയ്യുന്നതിനെ എനേബിൾ ചെയ്യുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ നാട്ടിലുള്ളത്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായും നമ്മളുടെ നല്ല ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാ ഒരു 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 എനേബിളിങ് എൻവയൺമെൻറ്റ് ഈ ജോലി നമുക്ക് തരുന്നുണ്ട്. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയല്ല എന്നൊരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ തോന്നിപ്പിച്ചേക്കാം. അതൊരു ഐസൊലേറ്റഡ് കേസായിട്ട് വേണം നമ്മൾ കാണാൻ. അല്ലാതെ ഈ സർവീസിലെ 30 വർഷവും ഞാനൊരു ഒരു ഒരു റെബലായിട്ട്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥന് റെബലായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായും ഈ സർവീസ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ അതായത് ലിമിറ്റ്ലെസ് ആണ് പവേഴ്സ് ഒരു IAS ഓഫീസർ. എന്തുകൊണ്ടാണ് ഒരു IAS ഓഫീസറിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ട് സൈഡിൽ നിൽക്കുന്ന ഒരു നോൺ IASകാരന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ 100 മടങ്ങ് കാര്യങ്ങൾ ഒരു IASകാരൻ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു? ഈ സർവീസിൽ എഴുതിയതും എഴുതാത്തതുമായി ഒരു IASകാരനിൽ ഏൽപ്പിക്കപ്പെടുന്ന അധികാരം എന്ന് ഉപയോഗിക്കുന്നതിനൊരു നെഗറ്റീവ്, ഒരു IASകാരന് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാണ്. അത് എല്ലാം നിയമപരമായിട്ട് എഴുതി വെച്ചതുപോലും ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു ദേവികുളത്ത്. ഇതേപോലെ ഇതിന് മുമ്പും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് രസം. ഒരു വൺ ഓഫ് ഇൻസിഡൻറ്റ് പോലും അല്ല. അപ്പോൾ ആ കുട്ടിക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഞാൻ തിരുവല്ലയിൽ ഇരിക്കുമ്പോഴും പത്തനംതിട്ടയിൽ ഇരിക്കുമ്പോഴും ഇതേ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഒരു സിംഗിൾ മദറാണ്. 2 കുട്ടികളാണ്. ഒരുപാട് ബുദ്ധിമുട്ടി അവരെ വളർത്തുന്ന ഒരു ഹോട്ടലിൽ ക്ലീനിങ് ജോലിക്ക് പോകുന്ന ഒരു അമ്മ. കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് ഡിസീസ് ഒരു 5 ലക്ഷം രൂപ സർജറിക്കാവും. സ്വാഭാവികമായിട്ട് അവർ ചെയ്തിട്ടില്ല. കുട്ടി സ്കൂളിൽ നന്നായി പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രശ്നം കാരണം ലൈഫ് തന്നെ എന്ന് തീരും എന്നറിയില്ല. അപ്പോഴാണ് പഠിത്തത്തിൻ്റെ കാര്യം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അവരെൻ്റെ അടുത്ത് വരുന്നത് വേറൊന്നിനുമല്ല, അവർക്കൊരു ജോലി വേണം. അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടലിൽ നിന്ന് അവരെ പുറത്താക്കി. BCom പാസ്സായ ലേഡിയാണ്. ഒരു ജോലിക്ക് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ എൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ കുട്ടിയെ കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായെന്നൊന്നുമല്ല, കുറച്ച് കൂടുതൽ അവരോട് സംസാരിക്കുമ്പോൾ കുട്ടിയുടെ അസുഖത്തെ പറ്റി അവർ സ്വാഭാവികമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ നമ്മൾ പണ്ട് എവിടെയോ കേട്ട് മറന്നൊരു ഡയഗ്നോസിസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു IASകാരൻ എന്നുള്ളത് എനിക്ക് 2 ഫോൺ കോളിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇതിനു മുമ്പ് ഞാനിത് ചെയ്തിട്ടുള്ളതുകൊണ്ട് പരുമലയിലൊരു സെയിൻറ്റ് ഗ്രിഗോറിയസ് കാർഡിയാക് സെൻ്റർ ഉണ്ട്. വളരെ ഒരുപാട് സേവനം ചെയ്യുന്ന ഒരാളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞത്. ആരെങ്കിലും ഇത് കേട്ടിട്ട് അവരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സന്തോഷമുള്ളൂ. ഇതൊന്നും എവിടെ എഴുതി വെച്ചതോ അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും നമ്മളെ എനേബിൾ ചെയ്യുന്ന ഒരു എൻവയൺമെൻ്റ് അല്ലേ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവർ വന്നു. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. അദ്ദേഹം ഒരു മൾട്ടിപ്പിൾ ഇഷ്യൂസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അച്ഛനും അമ്മയ്ക്ക് സുഖമില്ല, ജ്യേഷ്ഠൻ മരിച്ചു, ഫാമിലി പ്രശ്നമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയി, അത് കുറേ പേര് സഹായിച്ച് ആക്സിഡൻറ്റ് സർജറി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം വളരെ ഗതികേടിലാണ്. കാലിലിട്ടേക്കുന്ന റോഡ് എടുക്കാൻ പൈസയില്ല. ആ ഒരു അവസ്ഥയിൽ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ 20,000 രൂപ വേണം. ഞാൻ ജസ്റ്റ് ഇവിടെ മൂന്നാറിലെ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ അവിടെ വിടാം. മൂന്നാറിലെ നാട്ടുകാർ, ഇവിടുത്തെ നാട്ടുകാർ തന്നെ തമ്മിൽ നിന്നും പൈസ പിരിച്ച് അയാൾക്ക് അരമണിക്കൂറിനുള്ളിൽ 20,000 രൂപ കിട്ടി. അയാളുടെ സർജറി ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞു കാണും. നമുക്ക് ഇവിടെ ശത്രുക്കൾ മാത്രമല്ല, ശത്രുക്കളൊന്നും ഇല്ല ഇവിടെ. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇത്രയും നല്ല നാട്ടുകാർ വേറെ ഇല്ലെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ ഏത് നാട്ടിൽ നടക്കും? ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അപ്പം തന്നെ പൈസ പിരിച്ച് അയക്ക് കൊടുത്തു. അവർക്കൊന്നും അയാളെ അറിയില്ല. സബ് കളക്ടർ പറയുന്ന ഒറ്റ വാക്കേ അവർക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ എത്ര അധികം അല്ലെങ്കിൽ അവസരങ്ങളാണ് ഒരു IASകാരനുള്ളത്. താങ്കളൊരു റിബലാണെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ വീട്ടുകാർക്ക് ഒരു പക്ഷേ തോന്നുമായിരിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഒരു റിബലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ എൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കുള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ ഒരു വീട്ടിലെപ്പോഴും ഒരു മകൻ റിബൽ ആയിരിക്കുമല്ലോ ഈ ഒരു പ്രായത്തിൽ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു റിബൽ അല്ലെന്ന് മാത്രമല്ലാതെ ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല ഞാനൊരു റിബലാന്ന്. അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. ഇത്രയും സംസാരിച്ചപ്പോൾ അടുത്തറിയുമ്പോൾ ഒരു പാവം എന്തോ അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു ഷോ അല്ലേ. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടേ, ഈ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ തോതിൽ ഭയങ്കര പിന്തുണ. ചിലരൊക്കെ താങ്കൾക്കൊരു ഇഷ്യൂ വരുമ്പോൾ അവരുടെ പ്രൊഫൈല് തന്നെ താങ്കളെ ഇടുന്നു. എന്താ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇതൊരു വലിയ സത്യമാണെന്നുള്ളൊരു കാര്യം ഇന്നലെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. കാരണം എൻ്റെ സെൻഡ് ഓഫിന് അടൂരിൽ നിന്നും, ഇപ്പോൾ ഞാനൊരു ബുള്ളറ്റ് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ
അത് തിരിച്ചറിഞ്ഞുകൊണ്ടാവണം ഒരു പക്ഷേ അടൂരിൽ നിന്നും ഒരു ബൈക്ക് റൈഡ് മൂന്നാർ ദേവികുളം വരെ വരുന്നു, എൻ്റെ കൂടെ ഒരു ചായ കുടിക്കുന്നു. ഇതാണ് അതിൻ്റെ മിഷൻ തന്നെ. എനിക്കൊരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് ഒരു 20ഓളം റൈഡേഴ്സ് 9 ബുള്ളറ്റും ഒരു CBR കൊണ്ട് ഇന്നലെ അതിരാവിലെ ക്രിസോസ്റ്റം തിരുമേനിയാണ് അവരെ അനുഗ്രഹിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടത്. അവിടെ നിന്നും ബൈക്ക് റൈഡ് ചെയ്ത് ദേവികുളത്ത് വരുന്നു, എന്നെ കാണുന്നു, കുറേ ഫോട്ടോസ് എടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഇതൊന്നും ഒരു കാലത്തും നമുക്ക് സ്വപ്നം കാണുന്നതിലപ്പുറം കിട്ടുന്ന ഒരു സ്നേഹവും അംഗീകാരവുമാണ്. ഇത്രയധികം ഹൈപ്പ് വരുന്ന ഒരു ബാധ്യതയായി തോന്നിയിട്ടുണ്ട്, അപകടമായി മാറും പിന്നീട്. അല്ല, ഈ നമ്മൾ എപ്പോഴും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്, മീഡിയ ഈസ് ഓൾവേസ് എ ഡബിൾ എഡ്ജ് സോർഡ്. അതൊരു അപകടമാണോ എന്ന് ചോദിച്ചാൽ അപകടത്തേക്കാൾ ഞാൻ അതിനെ കാണുന്നത് ഒരു ഉത്തരവാദിത്വമായിട്ടാണ്. ഒരു ബാധ്യത എന്ന് അതിനെ വിളിക്കുന്നതിൽ കാര്യമില്ല. ഈ അംഗീകാരം എപ്പോഴും ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നാളെ ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു എക്സ്ട്രാ ഒരു ചെക്ക് മെഷറാണ് ഈ അംഗീകാരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ അടുത്ത ഒരു പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഞാൻ നേരിട്ട് ഇവർ എനിക്കൊന്നും വേണ്ടിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവർക്ക് ചോദിക്കാം, ഇന്നലെ വരെ ഉണ്ടായിരുന്നതൊക്കെ എവിടെ പോയി, ഞങ്ങളൊക്കെ കുറെ പുകഴ്ത്തിയതല്ലേ, കുറെ എഴുതിയതല്ലേ, നിങ്ങളും ചോദിക്കും, സോഷ്യൽ മീഡിയക്കാരാണെങ്കിലും ചോദിക്കും, ഇപ്പം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം തെറ്റായി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടത് തെറ്റായിട്ട് അങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം എനിക്ക് നേരെ ഉയരാമെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തൻ്റെ തീരുമാനങ്ങൾ നടപ്പാകുന്നു, അതിനെതിരായി ഭരണ സംവിധാനങ്ങളോ നിലവിലുള്ള സംവിധാനങ്ങളോ വരുന്നു, അപ്പോൾ അതിനെ ഒരു ഭയപ്പാടോടു കൂടിയോ ഏറ്റുമുട്ടലിൻ്റെ രീതിയിലോ കാണുന്നു? ഇല്ലെന്നേ. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഞാൻ അടങ്ങുന്ന സാധനം തന്നെയാണ് ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. നമ്മളതിലൊരു അന്യനോ ഒരു എക്സ്റ്റേണൽ ഫാക്ടറോ അല്ല. ഇപ്പോൾ മീഡിയയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു പക്ഷെ തോന്നിയേക്കാം, അവരൊരു എക്സ്റ്റേണൽ ബാലൻസിങ് ഫാക്ടറാണ്. ജുഡീഷ്യറി ഒരു എക്സ്റ്റേണൽ ബാലൻസിങ് ഫാക്ടറാണ്. ടു എൻ എക്സ്റ്റെൻറ്റ് പറയാം, ഞാൻ ആ ഭരണ സംവിധാനത്തിൻ്റെ കോറാണ്. അപ്പോൾ ഞാൻ എൻ്റെ സംവിധാനത്തെ എന്തിനാണ് പേടിക്കുന്നത്? ഒരു സമീപകാലത്തൊന്നും ആരും ഇത്രയധികം ഒരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ തീരുമാനങ്ങൾ വലിയ ഒരു ചർച്ചകൾക്ക് വഴിവെക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊരു കരുത്ത് എങ്ങനെയാണ് വരുന്നത്? വീട്ടുകാരെ തരികയാണോ അതോ സുഹൃത്തുക്കൾ? അല്ല, അങ്ങനെ ഒരു ഇപ്പം ഞാൻ വളരെ അങ്ങ് ലഘൂകരിച്ച് പറയുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഉണ്ടാവാം. പക്ഷേ സത്യസന്ധമായിട്ട് പറയേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി വരികയോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനുപരി അങ്ങനെ ഒരു കരുത്ത്, എക്സ്റ്റേണൽ കരുത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കാലഘട്ടത്തും നമ്മുടെ വീട്ടുകാരാണ് ഏറ്റവും വലിയ പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത്, അത് നിഷേധിക്കുന്നില്ല. ഇവിടെ ഈ സർവീസിൽ വന്നതിന് ശേഷം യാത്രകൾ എൻ്റെ ജോലിയുടെ ഭാഗമായി തന്നെ ഒരുപാടുണ്ട്. ഇവിടെ ഈ ആനമല കയറി, ഇവിടെയുള്ള ആനമല, ചക്രമുടി, മീശപ്പുലിമല, അങ്ങനത്തെ ട്രക്കിങ് നമ്മളെ കുറച്ച് നിർബന്ധിച്ചിട്ടായാലും നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമായി മാറും. അപ്പോൾ ട്രക്കിംഗ് നല്ലൊരു ആക്ടിവിറ്റിയുമാണ്, ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. വേറെ മറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ട്രക്കിംഗ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഈ പീക്കുകളെല്ലാം കയറാൻ സാധിച്ചു. ബുള്ളറ്റ് എപ്പോഴും ഹെൽമെറ്റ് വെക്കാതെ ഹെൽമെറ്റ് വെച്ചൊക്കെ ബുള്ളറ്റ് വരുന്നുണ്ട്. ബുള്ളറ്റ് പ്രേമം ഏതൊരു യുവാവിനും ഉണ്ടാവുമല്ലോ ബുള്ളറ്റ്. അപ്പോൾ എനിക്കും നമ്മളെല്ലാവരെയും പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ലഡാക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഡാക്കിൽ ഞങ്ങളൊരു 7 ദിവസം റൈഡ് ചെയ്തിരുന്നു. അത് പുതിയ ബുള്ളറ്റിലാണ്, അവിടെ നിന്ന് റെൻറ്റ് ചെയ്ത ബുള്ളറ്റിലാണ്. അപ്പോൾ അതാണ് ഏറ്റവും അടുപ്പിച്ച് ഏറ്റവും കൂടുതൽ 7 ദിവസം ഒരു 1700 കിലോമീറ്റർ. അതും നല്ല ടഫ് ബൈക്കർ ടെറൈനാണ്, വേറെ ഒരു വണ്ടിക്കും കീഴ്പ്പെടുത്താനാവാത്തൊരു ടെറൈനാണ്. ബുള്ളറ്റാണ് അവിടെ കിങ്. നമ്മൾ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ബുള്ളറ്റാണ് പോകുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെൺകുട്ടികളൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഇത്രയും വലിയ ബാച്ചിലർ സുന്ദരൻ, പൊക്കം ഭയങ്കര പൊക്കം. എനിക്ക് തന്നെ കൂടുതലാണോ? എത്രയുണ്ട്? 6 അടി 1 ഇഞ്ച്. അല്ല, അങ്ങനെ മെസ്സേജുകൾ ഒരുപാട് പ്രണയാഭ്യർത്ഥനകളൊക്കെ വരേണ്ട ഒരു ഇല്ല. അങ്ങനെ ഒരു എന്താ പറയുക, സിനിമാ താരം ഒന്നല്ലല്ലോ നമ്മൾ. അപ്പൊ അങ്ങനെയല്ല, ഒരു പ്രണയം കൊണ്ട് കേസുകാർ തന്നെ ശ്രദ്ധേയായി കഴിഞ്ഞു. അല്ല, അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലില്ല ഇതൊക്കെ. ആ ഒരു രീതിയിൽ എൻ്റെ ലൈഫിലുണ്ട്. അത് അത്രേ ഉള്ളൂ. അങ്ങനെ എടുത്തു പറയത്തക്കായിട്ടൊന്നുമില്ല. അതൊക്കെ അങ്ങനെയല്ല, അതൊക്കെ കാലക്രമേണ എന്തെങ്കിലും അതിൽ ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ. അങ്ങനെയൊന്നും പറയത്തക്ക രീതിയിലൊന്നും ആയിട്ടില്ല അതുവരെ. അതുകൊണ്ട് അങ്ങനെയല്ലെന്നേ, നമ്മളൊക്കെ ഇതേ കാലഘട്ടത്തിലൂടെ കടന്നുപോയവരല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ ഈ ഒരു അറ്റൻഷൻ അർഹിക്കുന്ന കാര്യമൊന്നുമില്ല അതിനകത്ത്. വിവാഹത്തിലേക്കും വിവാഹത്തിലേക്കൊന്നും വരാറായിട്ടില്ല. അതില്ല, അങ്ങനൊന്നുമില്ല.
എല്ലാവർക്കും ഇല്ലേ? പ്രണയിക്കാത്തവരുണ്ടോ? ലാലേട്ടൻ ഒരു സിനിമയിൽ ചോദിക്കുന്നില്ലേ, ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ എന്ന് ഓർമ്മയില്ല. പ്രണയിക്കാത്തവരില്ലല്ലോ ലോകത്തിൽ. അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നവർ കള്ളം പറയുന്നു, അത്രയും. സമയമായി. അപ്പോൾ എല്ലാം അതിന്റെ വഴിക്ക് നടക്കും. ഉടനെ ഉണ്ടാവും? ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. അത് എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് മറച്ചു വെക്കുന്നതല്ല. അങ്ങനെ ഒരു ഉടനെ ഒന്നും ഇല്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. ഒരു 1.5 വർഷം കൂടെ വണ്ടി ഓടുമെന്നാ തോന്നുന്നത് ഈ രീതിയിൽ. ഈ 1.5 വർഷം കൂടെ ഭക്ഷണമൊക്കെ സ്വന്തമായി കുക്ക് ചെയ്യേണ്ടി വരും. അതെ, ഈ സ്വന്തമായി അല്ല കുക്ക് ചെയ്യുന്നത്. കാരണം ഞാനും ഗൺമാൻ ഒരുമിച്ചാണ് താമസം. അപ്പോൾ ഗൺമാൻ മാസ്റ്റർ ഷെഫും ഞാൻ അപ്രന്റീസുമാണ്. നമ്മൾ കഷ്ണം മുറിച്ച് കൊടുക്കുന്നു, പാത്രം കഴുകി. ഞാൻ വെജിറ്റേറിയനാണ് ബൈ ബർത്ത്. അങ്ങനെ ഒരു ഹാബിറ്റാണ്, വെജിറ്റേറിയനാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ഒരു വലിയൊരു ഭക്ഷണപ്രിയനാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നുള്ള സാഹചര്യമാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആശങ്കകൾ വല്ലതും ഉണ്ടോ? ആശങ്കകളൊന്നുമില്ല. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിനെപ്പറ്റി പൊതുവേ ഞാൻ പോകുന്നതിന് മുമ്പ് അതിനെപ്പറ്റി അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാറില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ട് പോകുന്നത് എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ടായിരിക്കാം. കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ സ്കില്ലിംഗ് എംപ്ലോയ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചറാണ്. നമുക്കെല്ലാം പറയാതെ തന്നെ അറിയാം. ഒരു സാധാരണക്കാരന് അറിയാവുന്നത്ര എനിക്കും അറിയാം. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളിൽ വർക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ഇത്ര സംസാരിച്ചില്ല, ശ്രീരാമനോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു വലിയ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം കാണുന്നത്. ഇല്ല, ഇത്രയും അധികം പ്രതിസന്ധിയിലൊക്കെ നിന്ന് ആളോട് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാം പോസിറ്റീവായിട്ടാണ്. എന്താ അതിൻ്റെ ഒരു അതിനങ്ങനെ രഹസ്യമൊന്നുമില്ലെന്നേ. അതിനിപ്പോൾ എന്താ കാരണം പറയാ, ഓരോരുത്തരുടെ ഒരുപക്ഷെ നേച്ചർ അങ്ങനെ ആയിരിക്കാം എന്നല്ലാതെ ഇതിനെ പോസിറ്റിവിറ്റി ആയിട്ടൊന്നും ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ചിലരൊക്കെ പറയില്ലേ നമുക്ക് ചുറ്റിലും സുഗന്ധം പരത്തണം, അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല അതിനകത്ത്. എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയുന്നേ ഉള്ളൂ. മാത്രമല്ല എല്ലാവരും ഞാനൊരു പോസിറ്റീവ് മനുഷ്യനാണെന്ന് പറയാറുമില്ല. അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കാണുന്നവരും ഉണ്ടാവുമേ ഒരു പക്ഷേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ. അല്ലാതെ ഇപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് പറയാനൊന്നും പ്രത്യേകിച്ചില്ല. എന്തായാലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും ഭരണ സംവിധാനത്തിനും പ്രത്യേകിച്ച് യുവത്വത്തിനും ഒരു തികഞ്ഞ പ്രതീക്ഷയാണ് താങ്കൾ എന്ന് ഈ അഭിമുഖം കാണുന്നവർക്ക് വ്യക്തമാകട്ടെ. എല്ലാ ആശംസകളും ശ്രീരാമന് നേരുന്നു. താങ്ക് യു. ഇത്രയും തുറന്ന് സംസാരിച്ചു. നന്ദി.